ഒരു നാളുകൊണ്ട് ഓടിട്ട് വേണം ഓടിട്ട് വരാൻ. Frog jump position ready. Go. Four grips, 4 times. Go. On the hands down. Bend. Touch. Bend. Touch. Right, left, 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 right, left, right, left, right, left, right, left, right, left, right, good, hold. Right, come. Break, first, left, right, about 10, left, right, left, right, left, right, about 10, left, right, right, 10, left, right, left, right, about 10, left, right, Lord, hold. Order, one. കുറേക്കാലം ആയല്ലോ കയ്യിലൂത്താന്ന് വിട്ട് ഇതുവരെ ശരിയായില്ലേ? ഹൈപ്പട്ടാംസ് 2 റൗണ്ട് ഓടിട്ട് വേണം. ഈ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പത്മനാഭ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തു കാണും. കഷ്ടപ്പെടാതെ ചുമ്മാ കയറി എസ് ആവാൻ പറ്റൂ. ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കും. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും. എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികളുണ്ട് അവിടെ. ഞാൻ എല്ലാവരും ഇടിച്ചു നിരപ്പാക്കും. കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതൊരു വെയിറ്റ് തന്നെയാ. കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ? ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു. പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസിനത്തിൽ ഒരു 50 രൂപ തികച്ച് കിട്ടിയാൽ മതി, മാത്തച്ഛൻ കുപ്പി വാങ്ങിക്കും. ചിലപ്പോ നേരം വിളിക്കുന്നവരെ തണ്ണിയുടെയും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും. ഓ, ആലോചിക്കുമ്പോ കരച്ചിൽ വരുന്നു. അപ്പോ മോഹൻദാസ് തണ്ണി അടിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു രസത്തിന് വല്ലപ്പോഴൊക്കെ. അല്ല പത്മനാഭ, ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തിവൈരാഗ്യമുണ്ടോ? എങ്ങനെയുണ്ടോ ഒരു പണിഷ്മെന്റ്? ഓ, മേലും കൈയൊന്നും അനക്കാൻ വയ്യ. ആ, നാളെ ഓഫ് ഡേ ആണല്ലോ. എന്താ പ്രോഗ്രാം? അയ്യോ, ഞാനതങ്ങ് മറന്നു. നേരെ ട്യൂട്ടോറിയൽ കോളേജ് ചെല്ലുക, മാഷന്മാരെയൊക്കെ വിളിക്കുക, മനസ്സ് കൊടുക്കുക, കുറച്ച് വെള്ളം അടിക്കുക.
ട്യൂട്ടോറിൽ ആരെയും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ട്യൂട്ടോറിയൽ തന്നെ കണ്ടിരുന്നത് അനുദിനം വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുക. ഷർട്ടിന്റെ വാടക കൊടുത്തിട്ട് 6 മാസമായി. നീയാണ് ഭാഗ്യവാൻ. എന്തായി? പോസ്റ്റിംഗ് ആയില്ലേ? പോസ്റ്റിംഗ് ആയി. ഇനിയല്ലേ പരീക്ഷണം. അടുത്ത ബുധനാഴ്ച ചാർജ് എടുക്കണം. എനിക്കൊരു മനസ്സമാധാനം ഇല്ല മാഷെ. ഏത് സ്റ്റേഷനിലാ? കുറച്ചുള്ളിലാ. മുതലക്കുണ്ട് പോലീസ്. എവിടെ എവിടെ? മുതലക്കുണ്ട്. എടോ, ഇങ്ങനൊരു കാര്യം ചെയ്യും. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷൻ മാറ്റി തരാൻ പറ. എന്താ ഇവിടെ പ്രശ്നം? എടോ, കുറച്ചു കാലം കൂടി നിനക്ക് ജീവിച്ചിരിക്കുന്ന ആഗ്രഹമില്ലേ? പിന്നെ ജീവനിൽ കൊതിൽ ഒരൊറ്റ ഒരുത്തനും മുതലക്കുണ്ടിൽ SI ആയില്ല. വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാര് വരെ തോറ്റ് തൊപ്പിട്ട് വന്ന സ്ഥലമാണത്. മിടുക്കന്മാരാൻ ശ്രമിച്ച പല വമ്പന്മാരുടെയും ശവം പോലും ഇന്ന് വരെ കണ്ടുകിട്ടിയില്ല. എന്താ അവിടെ കുഴപ്പം? അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരില്ല. നീ എങ്ങനെങ്കിലും ഒന്ന് സ്ഥലമാറ്റം വാങ്ങാൻ നോക്ക്. എന്റെ ഒരു അനന്തരവൻ അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്കുക. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്താ നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. പോസ്റ്റേടെ വേറെ എവിടെയെങ്കിലും പോസ്റ്റേട്ടെ. അല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സ്റ്റേഷൻ മാറ്റി കിട്ടില്ലേ? ആ മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ മാഷെ. മാഷൊന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്റെ മകനായതുകൊണ്ട് ആള് ധീരനായിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിന്നെ മുതലക്കുണ്ടി തന്നെ പോസ്റ്റ് ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് ആവുമ്പോ 1 കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നിന്നെ തട്ടി അവരകത്താക്കോ. പിന്നെ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സർക്കാർ നിന്നെ ട്രെയിനിങ്ങിന് അയച്ചത് വെറുതെ അല്ല. വലിയ സ്വാധീനമുള്ള ആളല്ലേ, ചെന്ന് പറഞ്ഞാ എന്ത് കാര്യവും. കൂടെയത്ത് ചലക്കാതെ. അല്ല, മുതലക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള സ്ഥലമല്ല. തന്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇവിടെ വേണം. മാഷെ, ആ മനുഷ്യനൊരു ബോധവും കഥയില്ല. മുഴു പ്രാന്ത. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്കുക. എന്താ? ഞാൻ മുതലക്കുണ്ടി ചെന്ന് മാഷ് അനന്തരവനൊന്ന് കാണട്ടെ. ഒരു കത്ത് തന്നാ മതി. ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല. വല്ല ന്യൂമോണിയായോ ടൈഫോയിഡോ ഒക്കെ ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലം ലീവ് എടുക്കാം. എന്നിട്ട് പുതിയ SI ആണെന്ന് നാട്ടുകാരെ ആരെയും അറിയിക്കാതെ കുറെ കാലം അവിടെ താമസിക്കും. അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരെയും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചു കാലം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാം. എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് എടുക്കാമല്ലോ. ഒരു ഹ്രസ്വകാല പ്രശ്ന വേഷം എന്തോന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണത്. പക്ഷേ നല്ല വില്ലന്മാരെ ഫ്രണ്ട്ഷിപ്പിന് കിട്ടുമോ? അല്ല, അങ്ങനെ കിട്ടില്ല. എന്റെ സോപ്പിൽ വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ശ്രമിച്ചു നോക്ക്. നിന്റെ സോപ്പിൽ വില്ലന്മാര് വീട് കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ മുതലക്കുണ്ട് ഭഗവതി. വന്നാട്ടെ. ഇരിക്കും. ഇത്തരം സത്കർമ്മങ്ങൾ വലിയ മനുഷ്യർക്ക് ചെയ്യാനൊക്കൂ. ശ്രീമാൻ അനന്തൻ നായരുടെ
അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ മുതലക്കുണ്ടിനെ സർക്കാർ അനുവദിച്ചു തന്നത്. പട്ടിണിപ്പാവങ്ങളായ കുറെ കുട്ടികൾക്ക് ഇപ്പോഴിതാ അദ്ദേഹം വസ്ത്രം ദാനം ചെയ്യും. ആ പുണ്യമായ കൈകൾ കൊണ്ട് തന്നെ അത് ചെയ്തു തരുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ചെലവായതിന്റെ ഇരട്ടി പണം ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല മുതലാളി. ചെയ്യുമ്പോ 4 ആൾ അറിയണം എന്ന് വെച്ചാൽ 4 ആൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഉള്ളതാ മുതലാളി. ആളുകൾക്കൊക്കെ വലിയ മതിപ്പായി പോയി. പക്ഷെ ആ ബാലനും കൂട്ടരും ആ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വേലായുധന്റെ പുരയിടത്തിൽ കൂടി നമ്മളൊരു റോഡ് വെട്ടുന്നതില് വേലായുധനല്ല ബാലനാ എതിര് നിൽക്കുന്നത്. കുട്ടനായരുടെ ചായക്കടയിൽ നിന്നുകൊണ്ട് അവൻ പറയാ, പാവപ്പെട്ട കർഷകരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ ഗോഡൌൺ ഉണ്ടാക്കുന്നതെന്ന്. ഓഹോ, എങ്ങനെ കൊള്ളയടിക്കുന്നു? മാർക്കറ്റിലുള്ള വിലയുടെ പാതി പോലും കർഷകർക്ക് കൊടുക്കാതെയാണ് അത്രയും നമ്മൾ മലഞ്ചരക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച മലഞ്ചരക്ക് സൂക്ഷിക്കാൻ കെട്ടിയുണ്ടാക്കിയ ഗോഡൌണിലേക്ക് റോഡ് വെട്ടാൻ സമ്മതിക്കില്ല എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ റോഡ് വെട്ടിയിട്ട് തന്നെ കാര്യം. ബാലന്റെ കൂടെയുള്ള വേറെ ചില നാറികൾ നമുക്ക് എതിരാന്ന് ഒരാളി. എന്ന് വെച്ച് ഇവനെയൊക്കെ ഭയപ്പെട്ടിട്ട് റോഡ് പണി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? നോക്കാം. ജീപ്പിന് കാത്തു നിൽക്കുകയായിരുന്നു. കാമ്പാൻ ഷോപ്പില് ചരക്ക് തീർന്നു അറിയിച്ചിരുന്നു. ജീപ്പ് എടുത്തു. പിന്നെ നാളെ കാലത്ത് തന്നെ റോഡ് പണി തുടങ്ങണം. നമ്മുടെ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചോളൂ. നാട്ടുകാർക്ക് വേണ്ടിയാണ് ഗോഡൌണും റോഡും മറ്റൊന്ന് ബോധ്യപ്പെടുത്തിയേച്ചാ മതി. ഞാൻ രംഗത്തുണ്ടാവില്ല. നാട്ടുകാരുടെ നന്മയ്ക്ക് എതിര് നിൽക്കുന്നവൻ ആരായിരുന്നാലും ശരി, അതൊരു പ്രശ്നമാക്കണം. പിന്നെ